മെനുവിൽ എന്താ ശനിയാഴ്ച രാവിലെ പ്രാതലിന് ഉപ്പുമാവും വാഴപ്പഴമാണ്. ഉച്ചഭക്ഷണം ചോറിനൊപ്പം തോരനാണ്. ശനിയാഴ്ച മട്ടൻ കറിയുണ്ട്. അത്താഴം കപ്പപ്പുഴുക്ക്, രസം, അച്ചാർ എന്നിവയ്ക്ക് ചോറുണ്ട്. വെള്ളിയാഴ്ച ചോറിനൊപ്പം അവിയൽ, എരിശ്ശേരി, പുളിശ്ശേരി. അന്ന് മട്ടനില്ല. ബുധനാഴ്ച ചോറിനൊപ്പം മീൻകറിയുണ്ട്. പുളിശ്ശേരി അവിയലുമാണുള്ളത് ഉച്ചയ്ക്ക്. ചൊവ്വാഴ്ച ചോറിനൊപ്പം അവിയൽ, സാമ്പാർ, തൈര്. തിങ്കളാഴ്ച ചോറിനൊപ്പം മീൻ വറുത്തതുണ്ട്, പുളിശ്ശേരിയുണ്ട്. മാധ്യമങ്ങളെ മാത്രം നോക്കി അവൻ ഇത് ചെയ്തതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കേരളത്തിലെ ജനങ്ങളോട് ഒന്നടങ്കം അവൻ കാണിച്ച ആക്ഷൻസ് ആണത്, വൃത്തികേടുകൾ. അവന് ഒരു ചുക്കുമില്ല, ഒരു പുല്ലുമില്ല എന്നാണ് അവൻ അതിലൂടെ കാണിച്ചത്. എനിക്കിപ്പോ ജയിൽ ചാടിയതുകൊണ്ടും ജയിലിൽ നിന്ന് ഇപ്പൊ എന്നെ പിടിച്ചുകൊണ്ടുപോയതുകൊണ്ടും എനിക്കൊരു ചുക്കും വരാനില്ല, ഒന്നും വരാനില്ല എന്ന്. ഇത്രയും വൃത്തികെട്ട ആക്ഷൻസ് കാണിച്ചിട്ടും ഇതൊക്കെ ചെയ്തിട്ടും ഇവിടുത്തെ നിയമം എന്ത് ചെയ്തു അവനെ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇവിടുത്തെ നിയമത്തിന് നമുക്ക് കുറ്റം പറയാനായിട്ടുള്ള ഒരു കാര്യമില്ലല്ലോ. നമ്മളിപ്പോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിനെയോ ഭരിക്കുന്ന സർക്കാരിനെയോ നിയമത്തിനെയോ ഒന്നും തന്നെ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരു ഇതില്ല. ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആരായി? ചോദ്യം ചോദിക്കുന്ന നമ്മളാണ് ഇവിടെ മോശക്കാരായിട്ട് വരുന്നത്. ഇപ്പോ ഗോവിന്ദചാമി ജയിൽ ചാടിയതിനെ കുറിച്ചാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട്, എന്തിന് ന്യൂസ് ചാനലുകളിൽ മുഴുവൻ എങ്ങനെ ചാടി, എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പലരും ഇതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ടും വല്ല കാര്യവും നടക്കുന്നുണ്ടോ? എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഗോവിന്ദചാമിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഒന്നുമില്ല. 15 വർഷമായിട്ട് ജയിലിൽ കഴിയുന്ന ഒരുത്തൻ അവിടെ 3 വർഷത്തോളം പ്ലാൻ ചെയ്തുകൊണ്ട് ജയിലിൽ ചാടി എന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് ഇപ്പോഴും അറിയില്ല. ജയിൽ ചാടാൻ സഹായിച്ചതാണോ എന്നുള്ള കാര്യം ഇപ്പോഴും ചോദ്യചിഹ്നമായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. ഒറ്റക്കൈനായ ഇവൻ എങ്ങനെ ഇത്രയും വലിയ മതിലെടുത്ത് ചാടി എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയല്ലേ? അതെല്ലാവരുടെ മുന്നിലും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അവിടെ പറയുന്ന അവന്റെ കൈന് ഭയങ്കരമായ ബലമായിരുന്നു, ശക്തിയായിരുന്നു, അവൻ അതിനുള്ള കഴിവുണ്ട് എന്നൊക്കെ പറയുന്നു. അവിടെ ഒരു കമ്പി മുറിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് മതിലും ചാടി ഇവിടേക്ക് റോട്ടിലൂടെ നടന്നു പോയി. എന്നിട്ട് അവന് കിണറ്റിൽ ചാടി. അതിൽ നിന്ന് അവനെ പിടിച്ചു കയറ്റുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സീനിൽ കണ്ട സമയത്ത് ഒരുത്തൻ അവന്റെ ചെകിട്ടത്തിട്ട് ഒരെണ്ണം കൊടുക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിലും ഒരെണ്ണം കൊടുക്കാനായിട്ട്, എന്ന് വെച്ചാൽ പോലീസുകാരുണ്ട് അതിനെ കഴിവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നാട്ടുകാർക്കെങ്കിലും ഒരു കഴിവുണ്ടായിരുന്നല്ലോ. അതും കഴിഞ്ഞ് അവിടെ കൊണ്ടുപോകുന്ന സമയത്ത് തലക്കിട്ടൊരെണ്ണം ആരോ കൊടുക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെയാണ് എനിക്ക് ഒരു സ്നേഹം തോന്നിയത്. എന്ന് വെച്ചാൽ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഒന്നും കിട്ടാത്തത് കൊണ്ടും ഒരു പേടിയും പോലീസുകാരോട് അവന് ഇല്ലാത്തത് കൊണ്ടും ഒക്കെ തന്നെയാണല്ലോ അവൻ ഇത്ര കൂളായിട്ട് ഈ വക ആക്ഷൻസും കാണിച്ചുകൊണ്ട് അവൻ ആ പോലീസ് ജീപ്പിൽ ഇരുന്നത്. ഇവൻ ഈ വക കാട്ടായങ്ങൾ കാണിക്കുന്ന സമയത്ത് ആരെങ്കിലും അതുപോലെ ഒരെണ്ണം കൊടുക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവൻ ഇതുപോലെ ചെയ്യായിരുന്നു. ഈ ജനങ്ങളോട് മൊത്തം ഈ പറഞ്ഞൊരു കാര്യമാണ്, ഞാനൊരു ചെറിയ ബലാസംഗം മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അത്രേ. അവനെ ജയിലില് അവന് വേണ്ട എല്ലാ ലഹരി വസ്തുക്കളും മദ്യവും എന്തിനു പറയുന്ന ആയുധങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനൊരു ജയിൽ സംവിധാനം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവർക്ക് മട്ടണും ചിക്കനും മീനും വറുത്തതും പൊരിച്ചതും ഒക്കെ കൊടുത്തുകൊണ്ട് തീറ്റി പോറ്റാനോ? കള്ളന്മാർക്കും അവിടെയുള്ളവർക്കും ഇങ്ങനെ തീറ്റി പോറ്റാൻ വേണ്ടിയിട്ട് ഒരു ജയിലോ? അതിന്റെ ആവശ്യം തിരിക്കുന്നത് നമ്മുടെ നികുതി പണം കൊണ്ട് അവരെ തീറ്റി പോറ്റുന്നു. ഇവിടെ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞിക്ക് കൊടുക്കുന്നത് വെറും 6 രൂപയാണ് ഒരു കുട്ടിക്ക് കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഒരു ദിവസത്തേക്ക് ഒരു കുട്ടിക്ക് 6 രൂപ. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് 10 രൂപ. ഈ പൈസ കൊണ്ട് എന്നിട്ട് അവർക്ക് അത് ചെയ്യേ ഇത് ചെയ്യേ, അവർക്ക് ബിരിയാണി നെയ്ച്ചോറുണ്ടാക്കി കൊടുക്കുക, അവർക്ക് അതുണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ അങ്ങോട്ട് ഇരുന്ന് വിളിച്ച് പറയാനായിട്ട് കുറെ പേരുണ്ട്. പക്ഷെ ഈ 10 രൂപയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഇവരാരും ചിന്തിക്കുന്നില്ല. ഇതിനു വേണ്ടിയിട്ട് ടീച്ചേഴ്സ് എത്ര കഷ്ടപ്പെടുന്നുണ്ട് എന്നൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. ഇവർക്ക് ജയിലിലുള്ളവരെ തീറ്റി പോറ്റണം എന്ന് മാത്രമാണ് വിചാരം. ഇതൊന്നും ചോദ്യം ചെയ്യാനായിട്ട് നമ്മൾ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളായി തെറ്റുകാര്, നമ്മൾ കുറ്റക്കാരായി. നമ്മൾ നിയമത്തെ ചോദ്യം ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ സർക്കാരിനെ വിമർശിച്ചു എന്നൊക്കെ ആയിരിക്കും പിന്നെ പറയുന്നുണ്ടായിരിക്കുക. നമുക്ക് ആരെയും വിമർശിക്കാനുള്ള അവകാശമില്ല, നമുക്കൊന്നും പറയാനുള്ള അവകാശമില്ല. പറയും ജനാധിപത്യ രാഷ്ട്രമാണ്, നമുക്ക് എന്തും പറയാം, എന്തും ചെയ്യാന്ന്. പക്ഷെ പറഞ്ഞവൻ കുറ്റക്കാരനായി തീരുന്ന അവസ്ഥയാണ്. ഇവിടെ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞിക്ക് 10 രൂപ കൊടുക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന അരിയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. ഇനിയിപ്പോൾ ഞാനത് പ്രത്യേകിച്ചും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആ ചോറ്
അത്രയും മോശപ്പെട്ട ഒരു അരിയാണ് അവിടെ കിട്ടുന്നത്. അതും വെച്ചുകൊണ്ട് ഈ 10 രൂപയുടെ ഈ അരിക്കും പൈസ കൊടുക്കണം, ഈ 10 രൂപയിൽ നിന്ന് ഈ അരിക്ക് പൈസ കൊടുക്കണം, ഈ അരി കൊണ്ടുവരുന്ന വണ്ടിക്ക് പൈസ കൊടുക്കണം, ഈ അരി വണ്ടിയിൽ നിന്ന് ഇറക്കാനായിട്ട് ഇറങ്ങുന്ന യൂണിയൻകാർക്ക് പൈസ കൊടുക്കണം. ഇതിന്റെ പുറമെ പിന്നെ കറികൾക്കും കാര്യങ്ങൾക്കും അത് വെക്കാനായിട്ട് നമ്മുടെ വീട്ടിലെ ചെലവ് നമുക്കറിയാലോ. എത്ര രൂപ ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണമെന്ന്. പോട്ടെ, ഒരു നേരത്തെ ഭക്ഷണം ഒരാൾ ഹോട്ടലിൽ നിന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ എത്ര രൂപയാവും എന്നറിയാലോ. എന്നിട്ടാണ് സ്കൂളുകളിൽ ഇത്രയും തുച്ഛമായ തുക കൊടുത്തുകൊണ്ട്, അതും വളരെ അത്രയും ഇതിൽ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പല വാക്കുകളും നമുക്ക് പറയാൻ പറ്റുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരായി പോകും. അതുകൊണ്ടാണ് ഇത്രയും ഭക്ഷണം കൊടുക്കുന്നത്. എന്നാൽ ജയിലിലുള്ളവർക്ക് മട്ടൻ കറി, ചിക്കൻ കറി, മീൻ പൊരിച്ചത്, ബിരിയാണി ഇതൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ട് അവരെ നന്നാക്കുന്നു. പോഷകാഹാരങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ നന്നാക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയാണല്ലോ നമ്മുടെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ളവര്. അതുകൊണ്ട് അവരെ നന്നായി വരേണ്ടതാണല്ലോ നമ്മുടെ ആവശ്യകത. ഇപ്പോ ഈ മട്ടൻ കറി കൊടുത്തിട്ടാണ് അവിടെ ലഹരി വസ്തു തിരിച്ചു വാങ്ങിയത്. പേര് ഞാൻ പറയുന്നില്ല. ലഹരി വസ്തു വാങ്ങിയത് എനിക്ക് കിട്ടിയത് എന്നാണ് അവിടെ ഗോവിന്ദചാമി പറയുന്നത്. മട്ടൻ കറി കൊടുത്തിട്ട് ഇവിടെ മെലിയാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുകയായിരുന്നല്ലോ ഗോവിന്ദചാമി. അപ്പൊ ഭക്ഷണം കൊടുത്ത് ലഹരി വസ്തുക്കൾ വാങ്ങിക്കുന്നു, എന്നിട്ട് ലഹരി ഉപയോഗിക്കുന്നു. അപ്പൊ ഭക്ഷണത്തിന്റെ ഒരു കാര്യം നോക്കണേ. അപ്പൊ ഭക്ഷണത്തിന് ആവശ്യമുള്ളവർ അത് വാങ്ങുന്നു, ലഹരി വസ്തു കൊടുക്കുന്നു. നല്ല കഥയാണല്ലേ മൊത്തത്തില്. പക്ഷെ നമുക്കാർക്കും ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. ഇപ്പൊ ഒരുപാട് പേര് കമന്റുകൾ പറയുന്ന ഒരു കാര്യമാണ് ജയിലിലത്തെ ഭക്ഷണവും സ്കൂളുകളിൽ കൊടുക്കുന്ന ഉച്ചഭക്ഷണത്തെയും കുറിച്ച് ഒരുപാട് പേര് പറയുന്ന കാര്യമാണ്. പറഞ്ഞിട്ടും ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പൊ ഉച്ചഭക്ഷണം വെക്കുന്ന സ്കൂളിലെ ജീവനക്കാർക്ക് 3 മാസത്തോളായും തോന്നുന്നു ശമ്പളം വന്നിട്ട്. ഇത് കൊടുക്കാനും ഇവിടെ പൈസയില്ല. പക്ഷെ ജയിലിലുള്ളവർക്ക് സുഭിക്ഷ ഭക്ഷണം, സുഭിക്ഷമായ ജീവിതം. ഇവിടെ ഗോവിന്ദചാമി ജയിലിൽ ജോലി പോലും എടുക്കാത്ത വ്യക്തിയാണെന്നാണ് പറയുന്നത്. ജോലി എടുക്കുന്നതിന്റെ പേരിൽ അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് ജോലി പോലും ഗോവിന്ദചാമിനെ കൊണ്ട് എടുപ്പിക്കുന്നില്ല അത്ര. എനിക്കിപ്പോ ഏറ്റവും വലിയ കോമഡി ആയിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ഇവിടെ ജയിലിൽ ചാടാനായിട്ട് അവിടെ മുറിച്ച കമ്പി ഉണ്ടല്ലോ, കമ്പികൾ ജയില് അഴികൾ മുറിച്ചല്ലോ. പൊതു മുതൽ നശിപ്പിച്ചതിനെ ഇവിടെ ഗോവിന്ദചാമിയുടെ പേരിൽ കേസ് എടുത്തിരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടപ്പോൾ എനിക്ക് വലിയൊരു കോമഡി ആയിട്ടാണ് തോന്നിയത്. ഇവിടെ ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് അല്ലെങ്കിൽ മാനഭംഗപ്പെടുത്തി അവിടെ ഇല്ലാണ്ടാക്കിയിട്ട്, ഒരു സ്ത്രീയെ ഇല്ലാതാക്കിയിട്ട്, ഒരു പെൺകുട്ടിയെ ഇല്ലാണ്ടാക്കിയിട്ട് അവന് കിട്ടിയ ശിക്ഷ തുച്ഛമായി ഈ ശിക്ഷ. എന്നിട്ടാണ് പറയുന്നത് പൊതുമുതൽ നശിപ്പിച്ചതിനെ കേസ് എടുത്തിട്ടുണ്ട് ഇത്ര. ഇനിയിപ്പോ എന്താണ് ഈ കാര്യം പറഞ്ഞിട്ടായിരിക്കും ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തിനാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ നിയമം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഇവിടെ ജനങ്ങൾക്ക് വിട്ടുതരാനായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിവുണ്ടോ? ജനങ്ങൾക്കിടയിലേക്ക് അവനെ ഇറക്കി വിട്. എന്നിരുന്നാൽ മാത്രമേ ഇനിയും ഇതുപോലെയുള്ള കുറ്റവാളികൾ ഉണ്ടാവാതിരിക്കുള്ളൂ. ഇനിയും ഇതുപോലെയുള്ള കുറ്റവാളികൾ ഉണ്ടാവും തോറും നമുക്കറിയാം ഇപ്പോൾ സമൂഹത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ നടക്കുന്നുണ്ട് നമുക്കറിയാം. ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും വീണ്ടും 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 ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ നിയമം ശരിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മുടെ നിയമത്തിന് വിട്ടുകൊടുക്ക്, നമ്മൾ ഒരിക്കലും നിയമം കയ്യിലെടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറച്ചില്. പക്ഷെ ചില സമയങ്ങളിൽ ജനങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം നിയമം കയ്യിലെടുക്കാനാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ പിഴവ് കൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് അങ്ങനെ തോന്നുന്നൊരു സിറ്റുവേഷൻ വരുന്നത്. ഇവരെ തീറ്റിപ്പോറ്റി വളർത്തി അതിനുള്ളിലിട്ട് ഇങ്ങനെ തീറ്റിപ്പോറ്റി വളർത്തിയിട്ട് അവർക്ക് വേണ്ട സമയത്ത് അവരെ പുറത്തേക്ക് ഇറക്കി വിടാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതല്ലാതെ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇവനെ പോലുള്ളവരൊക്കെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറ. ഇവനെ മട്ടനും ചിക്കനും കൊടുത്ത് തിന്ന് കൊഴുപ്പിച്ച് നമ്മൾ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവൻ മെലിഞ്ഞിരിക്കുന്നത് അവനെ ഭക്ഷണം കിട്ടാഞ്ഞിട്ടല്ല കേട്ടോ, അവൻ ജയിലിൽ ചാടാൻ വേണ്ടി മെലിയിച്ചതാണെന്ന്. ഇത്രയ്ക്ക് ഇവൻ കോപ്രായങ്ങൾ കാണിക്കുന്ന സമയത്ത് അതിനുള്ളിലുണ്ടായിരുന്ന ജയിൽ ജീവനക്കാരെ എന്തെടുക്കായിരുന്നു? ഇവനിങ്ങനെ ഭക്ഷണം കുറച്ച് കഴിച്ച് ഇവങ്ങനെ മെലിയിച്ച് എന്തൊക്കെ കാണിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും അവർക്കാർക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി ദൈവത്തിനറിയാം ഇവനെ ജയിലിൽ ചാടാൻ വേണ്ടി അല്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തു വിടാൻ വേണ്ടി ആരൊക്കെ സഹായിച്ചിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല. ഇതൊക്കെ ഇനി പുറത്തേക്ക് വരുമോ എന്നുള്ള കാര്യത്തിലും യാതൊരു ഉറപ്പില്ലാത്ത കാര്യമാണ്. ജയിലും സ്കൂളും തമ്മിൽ താരതമ്യം ചെയ്യേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണല്ലേ. ജയിലെന്ന് പറയുന്നത് കുറ്റവാളികളും എന്താ പറയാ അത്രയും വൃത്തികെട്ടവന്മാരും അല്ല, പാവങ്ങൾ അതിന്റെ ഇടയിൽ ഉണ്ടാവാം, അബദ്ധവശാൽ ചെന്നുപെട്ടവരൊക്കെ ഉണ്ടാവാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ജയിലെന്ന് പറയുന്നത് അതുപോലത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന അത്രയും വൃത്തികെട്ട ഒരു സ്ഥലം. അതും സ്കൂളും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. സ്കൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ പുതുതലമുറയെ വാർത്തെടുക്കുന്ന ഒരു സ്ഥലം. അവിടെ കൊടുക്കുന്ന ഭക്ഷണം ജയിലിൽ കൊടുക്കുന്ന ഭക്ഷണം ഇത്ര. ഇതാണ് നമ്മുടെ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ ദോഷം അല്ലെങ്കിൽ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്.
ഇത് നമുക്കാർക്കും ചൂണ്ടിക്കാണിച്ചിട്ടും കാര്യമില്ല. ചൂണ്ടിക്കാണിച്ചാൽ ഇത് മാറാനും പോകുന്നില്ല. കുട്ടികൾക്ക് നിങ്ങൾ അതുണ്ടാക്കി കൊടുക്കുക ഇതുണ്ടാക്കി കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കും. ഇതിനുള്ള പണം എവിടെ എന്നുള്ളത് മാത്രം ഉത്തരമില്ല. എന്നാൽ ജയിലിലുള്ളവർക്ക് കൊടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ പണമുണ്ട് തേനും. ഇതിനൊക്കെ പൈസ പോകുന്നത് നമ്മുടെ നികുതി പണമാണ് തേനും. നമ്മുടെ നികുതി പണം വാങ്ങിച്ചുകൊണ്ട് ഈ വക തോന്നിവാസങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കും കൂടി അതിൽ തീരുമാനമെടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ കൂടി തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.